കഴിഞ്ഞ കുറച്ചാഴ്ചകളായിട്ട് റയൽ മാഡ്രിഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ലതല്ല. ഈയൊരിടെയായിട്ട് റയൽ മാഡ്രിഡിന് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ട്. ഒന്നാമതായി തന്നെ കോച്ചും പ്ലേയേഴ്സും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. പിന്നെ തുടർച്ചയായ മത്സരങ്ങളിൽ റയലിന് അനുകൂലമല്ലാത്ത റിസൾട്ടുകൾ. കഴിഞ്ഞ 7 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം മോശം പെർഫോമൻസ് തന്നെയായിരുന്നു. അതിൽ 2 മത്സരങ്ങളിൽ മാത്രമേ റയൽ മാഡ്രിഡിന് ജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ. അതിലൊന്ന് കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ ബിൽബാവോയെ പരാജയപ്പെടുത്തിയതാണ്. മറ്റൊരു മത്സരം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗിൽ ഒളിമ്പിയാക്കോസിനെ പരാജയപ്പെടുത്തിയതാണ്. ഈ 2 മാച്ച് മാറ്റിവെച്ചാൽ ബാക്കിയുള്ള റിസൾട്ടുകളൊക്കെ സമനിലയും തോൽവിയും മാത്രമായിരുന്നു. ചാമ്പ്യൻസ് ലീഗിൽ ലിവർപൂളിനോടും ഇന്നിതാ ഇപ്പോൾ സെൽറ്റ വിഗോയോടും റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടിരിക്കുന്നു. ലാലിഗയിൽ 3 മത്സരങ്ങൾ തുടരെ സമനിലയായിരിക്കുന്നു. അതിനാൽ തന്നെ കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് റയൽ മാഡ്രിഡിന് അത്ര നല്ല നിമിഷങ്ങളല്ല സമ്മാനിക്കുന്നത്. റയൽ ഇന്ന് മറ്റൊരു ലാലിഗ മത്സരത്തിന് ഇറങ്ങുകയാണ്. തീർത്തും റയൽ മാഡ്രിഡ് സിമ്പിളായിട്ട് ജയിക്കുമെന്ന് വിചാരിച്ച മത്സരമാണ് സെൽറ്റ വിഗോക്കെതിരെയുള്ള ആ മത്സരം. കാരണം മത്സരം നടക്കുന്നത് റയലിന്റെ സ്വന്തം മൈതാനമായ സാന്റിയാഗോ ബെർണാബുവിലാണ്. സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തുക എന്നത് അസാധ്യമായ കാര്യം തന്നെയാണ്. പക്ഷേ ആ അസാധ്യത്തെ സാധ്യമാക്കിക്കൊണ്ട് സെൽറ്റ വിഗോ റയൽ മാഡ്രിഡിന് ഈ സീസണിലെ ഏറ്റവും വലിയ ദുരന്തമാണ് സമ്മാനിച്ചു കൊടുത്തത്, അതും സ്വന്തം മൈതാനത്ത്. ഒന്നിനു പിന്നാലെ ഒന്നായി വന്ന മഞ്ഞ കാർഡുകൾ. എൻട്രിക്കിനും കരേസസിനും ഫ്രാൻ ഗാർഷ്യയ്ക്കും ലഭിച്ച റെഡ് കാർഡുകൾ. കൂടാതെ സിമ്പിളായിട്ട് നേടാൻ സാധിക്കുമായിരുന്ന ആ 3 പോയിന്റുകളും. അതെ, സെൽറ്റ വിഗോക്കെതിരെ റയൽ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് റയൽ മാഡ്രിഡിന് എല്ലാം നഷ്ടമാവുകയാണ്. ഇതോടെ ബാർസലോണയുമായുള്ള പോയിന്റ് വ്യത്യാസം 4 പോയിന്റിന്റെ ലീഡായിരിക്കുന്നു. മത്സരം നടക്കുന്നത് റയലിന്റെ സ്വന്തം മൈതാനത്തായ സാന്റിയാഗോ ബെർണാബുവിലാണ്. മത്സരത്തിന്റെ 15-ാം മിനിറ്റിൽ ആർദ ഗുള്ളർ എടുത്തൊരു കോർണറിൽ എഡർ മിലിറ്റാവോ ഹെഡ് ചെയ്ത് ഗോൾ നേടാൻ ശ്രമിച്ചെങ്കിലും അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയായിരുന്നു. പിന്നീട് 33-ാം മിനിറ്റിൽ ആർദ ഗുള്ളർ ഒരു ലോങ് റേഞ്ച് ഷോട്ട് ട്രൈ ചെയ്തെങ്കിലും അതും ഗോൾ കീപ്പർ തന്റെ കൈകളിൽ സിമ്പിളായിട്ട് ഒതുക്കുന്നു. 53-ാം മിനിറ്റിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ബോക്സിൽ കയറി വന്ന സെറഗോസ ഒരു പാസ് നൽകുന്നു. എന്നാൽ വില്ലിയോറ്റ് എന്ന താരം അത് മനോഹരമായി ഫിനിഷ് ചെയ്യുന്നു. റയൽ മാഡ്രിഡ് ഒരു ഗോളിന് പിന്നിൽ നിൽക്കുന്നു. എന്നാൽ മത്സരത്തിന്റെ 63-ാം മിനിറ്റിലാണ് ആ നാടകീയ നിമിഷങ്ങൾ തുടങ്ങുന്നത്. ഫ്രാൻ ഗാർഷ്യ 2 യെല്ലോ കാർഡും കണ്ട് റെഡ് കാർഡിനാൽ കളം വിടേണ്ടി വരികയാണ്. എന്നാൽ റെഡ് കാർഡ് അവിടം കൊണ്ട് തീരുന്നില്ല. മത്സരത്തിന്റെ 90-ാം മിനിറ്റിൽ അൽവാരോ കരാസസും ഒരു അനാവശ്യ റെഡ് കാർഡ് വാങ്ങി കളം വിടുന്നു. 92-ാം മിനിറ്റിൽ ഈഗോ ആസ്പസിന്റെ പാസിൽ നിന്നും പന്ത് സ്വീകരിച്ച് വില്ലിയോട്ട് തന്റെ മുമ്പിലേക്ക് കയറി വന്ന കോർട്ടോയ്സിനെയും കബളിപ്പിച്ചുകൊണ്ട് സിമ്പിളായിട്ട് റയലിനെ നാണം കൊടുത്തും വിധം സ്കോർ ചെയ്യുന്നു. വാട്ട് എ ഗോൾ! റയൽ മാഡ്രിഡ് പരാജയം ഉറപ്പിക്കുന്നു. സ്വന്തം മൈതാനത്താണ് റയൽ മാഡ്രിഡ് സെൽറ്റ വിഗോയോട് ഈ പരാജയം ഏറ്റുവാങ്ങിയതെന്ന് നിങ്ങൾ ഓർക്കണം. എന്നാൽ റെഡ് കാർഡിന്റെ ആ ദുർവിധി അവിടം കൊണ്ടൊന്നും തീർന്നില്ലായിരുന്നു. ബെഞ്ചിലിരിക്കുന്ന എൻട്രിക്കിനും മത്സരം കഴിഞ്ഞ് റഫറി റെഡ് കാർഡ് കൊടുക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും റയൽ മാഡ്രിഡിന് ഒരു ദുരന്ത കാഴ്ചയായി മാറുന്നു. സത്യത്തിൽ എന്താണ് റയൽ മാഡ്രിഡിൽ സംഭവിക്കുന്നത്? എവിടെയാണ് റയൽ മാഡ്രിഡിന് പിഴക്കുന്നത്? സാബി അലോൻസോയുടെ ടാക്ടിക്സ് ആണോ? അതോ പ്ലേയേഴ്സും സാബിയും തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണോ? ഒരിക്കൽ ബയർ ലെവർകൂസനിൽ കണ്ട ആ സാബിയല്ല ഇന്നിവിടെ ആരാധകർക്ക് കാണാൻ സാധിക്കുന്നത്. ബിഗ് മാച്ചുകളിലെല്ലാം സാബിയുടെ റയൽ പരാജയപ്പെടുകയാണ്. ലാലിഗയിൽ ചെറിയ ടീമുകളോട് പോലും സമനിലയും തോൽവികളുമായി മുന്നേറുന്നു. പലപ്പോഴും സ്റ്റാർട്ടിംഗ് 11-ൽ പോലും സാബിയുടെ തീരുമാനങ്ങൾ മണ്ടൻ തീരുമാനമായി മാറുന്നുണ്ട്. റോഡ്രിഗോ ഫോം ഔട്ടായിരിക്കുന്നു. എൻട്രിക്കിന് ടീമിൽ അവസരം പോലുമില്ല. എന്നിങ്ങനെ പല പ്രശ്നങ്ങളാണ് റയൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരമാകട്ടെ പ്രീമിയർ ലീഗ് വമ്പന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയാണ്. ആ മത്സരത്തിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് സാബിയും റയൽ മാഡ്രിഡും തിരിച്ചു വരട്ടെ.